ഗായ്സ്, റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന പോലെ അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദ് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായി ആദ്യം തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതിനായി ചിക്കൻ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം മറ്റൊരു പാൻ എടുത്ത് അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി, നാരങ്ങനീര്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയും ചേർത്ത് നമ്മളുടെ ഈ ഒരു ചിക്കന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് റെസ്റ്റിന് വയ്ക്കുക. ഇനി നമുക്ക് ഈ ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നോക്കാം. നാരങ്ങനീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പുതിന, മല്ലിയില, ഒണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കരാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രം വെച്ച് അതിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമ്മളുടെ സവോള ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ശേഷം കറിവേപ്പിലയും തക്കാളിയും ഇട്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കണം. ശേഷം കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ചെറുതായി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതും പെരുംജീരകവും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇടേണ്ട പൊടികളെ നമുക്ക് നോക്കാം. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ ഇടുക. ശേഷം കുറച്ച് മല്ലിയിലയും ഇടുക, പിന്നെ പുതിനയിലയും. ഇനി കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു മസാലയിൽ ഉപ്പിടുന്നില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി റൈസ് ഉണ്ടാക്കാം. അതിനായി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നെയ്യും ആ ഓയിൽ തന്നെ ഒഴിച്ച് കരാമ്പു, പട്ട, ഏലക്ക എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഈ വെള്ളത്തിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും പുതിനയും ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സവോള നീളത്തിൽ അരിഞ്ഞത്, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് എണ്ണയിൽ വറുത്തെടുക്കുക. ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയും ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ദമ്മിടാം. നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കിയതിൽ നിന്നും കുറച്ച് ഗ്രേവി മാറ്റണം. അതിനുശേഷം ആ ചട്ടിയിലുള്ള ഗ്രേവിന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും മൂടുന്ന വിധം നമ്മളുടെ റൈസ് ഇട്ടതിന് ശേഷം മുകളിലായി കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന മിക്സും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് ദം ചെയ്യണം. അതിനായി നമ്മളുടെ ഗ്യാസ് കത്തിച്ച് വേറൊരു പാത്രം വെച്ച് അതിന് മുകളിലാണ് ഈ ഒരു ചട്ടി വെക്കുന്നത്. ശേഷം ഇത് അടച്ചു വെച്ച് ഇത് തുറക്കാത്ത വിധത്തിൽ നമുക്ക് അതിന് മുകളിൽ എന്തെങ്കിലും ഭാരമുള്ള സാധനം കയറ്റി വെച്ച് ഇതൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ ആരും മറക്കരുതേ. ബിരിയാണി ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. പുതിയ വീഡിയോസായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.